ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഇന്നൊരു 4 കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. ഈ 4 കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി കഴിയുമ്പോൾ അത് ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു ഡിവോഴ്സിനുള്ള ചാൻസ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന 4 കാര്യങ്ങളും റെഡ് ഫ്ലാഗ്സ് തന്നെയാണ്. സോ ഇതുണ്ടെങ്കിൽ ആ ബന്ധം മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക, മാത്രമല്ല അത് മാറ്റാനായിട്ട് ശ്രമിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് റെഡ് ഫ്ലാഗ്സ് എന്നുള്ളത് നോക്കാം. ഇതിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുക എന്നുള്ളതാണ്. അത് നിങ്ങളോടായാലും തിരിച്ചാണെന്നുണ്ടെങ്കിലും റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അത് ആരും തന്നെ സഹിച്ചിരിക്കുന്ന ഒരു കാര്യവുമല്ല എന്നുള്ളതാണ്. നമ്മളോട് നമ്മുടെ ചുറ്റുമുള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരാളോ തീരെ ബഹുമാനമില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരോട് തുടർന്ന് സംസാരിക്കാനായിട്ട് മനസ്സ് വരില്ല. അതായത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോകണം എന്നാണ് നമ്മുടെ മനസ്സിൽ അപ്പം തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്. അത് എല്ലാ ആളുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളിലൊന്നാണ് റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത്. അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർക്കും അത് പറ്റണം എന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ബന്ധം മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ അത് നിൽക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ അവൈലബിലിറ്റി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇമോഷണലി അവരെ ആവശ്യമുള്ള സമയത്ത്, നിങ്ങൾക്കൊരു വിഷമം വരുന്ന സമയത്തോ സന്തോഷം വരുന്ന സമയത്തോ ഒന്നും തന്നെ അവർ നിങ്ങളുടെ കൂടെ ഇല്ലാതിരിക്കുക. ചിലപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങൾ അവരോട് പറയുന്നുണ്ടായിരിക്കും, ഒന്ന് എൻ്റെ കൂടെ വരാമോ, അല്ലെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കുമോ, കൂടെ ഇരിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ അവരതിന് തയ്യാറാവുന്നുണ്ടായിരിക്കില്ല. മാനസികപരമായ അടുപ്പം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് റിലേഷൻഷിപ്പുകളെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഈ ഒരു മാനസികാടുപ്പം പരസ്പരം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് ബാധിക്കില്ല. അതായത് വളരെ തെറ്റായ രീതിയിലായിരിക്കും റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇമോഷണലി അവർ അവൈലബിൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇമോഷണൽ അവൈലബിലിറ്റി ഇല്ല എങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കുക. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിനെ അവർ മനസ്സിലാക്കാതിരിക്കുക, അതല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് തിരിച്ചും അങ്ങനെ തന്നെയാവും. നിങ്ങളുടെ എന്ന് പറയുമ്പോൾ അതായത് നിങ്ങളുടെ ഫീലിങ്സിനെ അവർ മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രമല്ല, തിരിച്ച് നിങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഫീലിങ്സിനെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷമമാണെങ്കിലും നിങ്ങളുടെ സ്നേഹമാണെങ്കിലും ഒന്നും അവർ തിരിച്ചറിയാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ നന്നായി സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാളായിരിക്കാം, പക്ഷെ അവരതിനെ കണ്ടതുപോലെ നടിക്കുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ വിഷമമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നിങ്ങളുടെ ഫീലിങ്സ് എന്ത് ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും അതിനെ അവോയ്ഡ് ചെയ്യുക. അതല്ലെങ്കിൽ തീരെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയൊക്കെയാണ് എന്നുണ്ടെങ്കിലും അത് ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു ബന്ധത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ രണ്ടുപേർക്കും ഒരേപോലെ ആയിരിക്കും. മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും എല്ലാ കാര്യങ്ങളിലും രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്തമാണ് ഉണ്ടാവുക. പക്ഷെ അതിൽ ഒരാൾ മാത്രമാണ് എപ്പോഴും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ആ ബന്ധത്തിൽ നിൽക്കാനുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. കാരണം അവർ വിചാരിക്കും, ഞാൻ തന്നെയാണല്ലോ എപ്പോഴും ഈ ബന്ധം മുന്നോട്ട് ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ആവശ്യമാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അവർക്ക് അതിൽ യാതൊരു താല്പര്യവുമില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തമാണെങ്കിലും രണ്ടുപേരും ഒരേപോലെ തന്നെ ആയിരിക്കണം. ഒരാൾ ഭയങ്കര ചൈൽഡിഷ് ആണ്, മറ്റൊരാൾ ഭയങ്കര മെച്യൂർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ പറയാറുണ്ട് ഭയങ്കര രസമാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ആവശ്യത്തിന് മെച്യൂരിറ്റി ഉണ്ടാവണം, ചൈൽഡിഷും ഒക്കെ ആയിരിക്കാം. പക്ഷേ കുറേയൊക്കെ നമ്മളും അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഒരേപോലെ ആയിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഒരു റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗുകൾ എന്ന് പറയുന്നത്. സോ ഇതിലേതെങ്കിലും ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. മിക്കവാറും ആ ബന്ധം പെട്ടെന്ന് തന്നെ ഇല്ലാതാവാൻ, അതായത് ആ ബന്ധം അവിടെ വെച്ച് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റെഡ് ഫ്ലാഗ് ഉണ്ടെങ്കിൽ തുടക്കത്തിലേ അത് നീക്കം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിന് മുന്നേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വലിയ പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ വളരെ കുഞ്ഞു പ്രശ്നമാണെന്നൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പോൾ എന്ത് രീതിയിലുള്ള പ്രശ്നമാണെങ്കിലും അതിനുള്ള സൊല്യൂഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്